രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നുള്ള പൊതു ആരോപണമുണ്ട്. വത്സൻ തെലങ്കേരി ഉൾപ്പെടെയുള്ളവര് ഒരുപാട് ഓഫീസിലെത്തിയിരിക്കുന്നു. അത് അതിനൊക്കെ ഒരു ഗൂഢാലോചനയുണ്ടെന്ന് മന്ത്രി കെ രാജനും കൊടുത്ത അല്ല, തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഇത് പറയുന്നത്. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് പർപ്പസ്ഫുള്ളി ആണ് എന്നിപ്പോ മനസ്സിലായില്ലേ? സിറ്റി പോലീസ് കമ്മീഷണർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കേണ്ടി വന്നു സമ്മർദ്ദത്തെ തുടർന്ന്. അപ്പോ അവിടെ ആചാരങ്ങൾ നടപ്പാക്കാൻ സമ്മതിച്ചില്ല. അതവിടെ വിഷ്വൽസ് നിങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്, മാധ്യമങ്ങൾ. തഹസിൽദാരും കമ്മീഷണറും വന്നിട്ട് അവിടെ നടത്തേണ്ട ആചാരക്കാരെ തടയുകയാണ്. കുടമാറ്റത്തിന് തയ്യാറെടുക്കുന്ന അതിനൊക്കെ ആചാരങ്ങളുണ്ട്. വെറുതെ എങ്ങനെ കുടമാറ്റുന്നതല്ല, വെറുതെ ആന എഴുന്നള്ളുന്നതല്ല, വെറുതെ വെടിക്കെട്ട് നടത്തുന്നതല്ല. തൃശൂർ പൂരത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കാലം മുതലേ, ശക്തൻ തമ്പുരാന്റെ കാലം മുതലേ പ്രചുര പ്രചാരം നേടിയിട്ടുള്ളതാണ്. അത് മുഴുവൻ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ തൃശൂർ പൂരം മനഃപൂർവ്വം അലങ്കോലമാക്കാൻ ശ്രമിച്ചതാണ്. അത് തടയാൻ ഭക്തർ തയ്യാറായി. അല്ല, ഗൈഡ് ലൈൻസ് അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ. കുടമാറ്റത്തിൽ ഭഗവാൻ ശ്രീരാമന്റെയും ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും കുട വെക്കാൻ പാടില്ലെന്ന് ഗൈഡ് ലൈൻ ഉണ്ടോ? ഞങ്ങളെ ദൈവങ്ങളല്ലേ, ഇതിനെ അവരെ വെറുതെ വിട്ടുകൂടെ? എന്താ ഗൈഡ് ലൈൻ? അപ്പോൾ ഒരു തരം രാഷ്ട്രീയമാണ് അവിടെ. ശ്രീരാമചന്ദ്രൻ ബിജെപിക്കാരനല്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ആൾ തന്നെ. യേശുദേവനും അള്ളാഹുവും ശ്രീരാമചന്ദ്രനൊക്കെ നമ്മുടെ പൊതു സ്വത്തല്ലേ. അപ്പൊ അത് ശ്രീരാമചന്ദ്രനെ വടക്കുന്നാഥ ക്ഷേത്രത്തില് കുടമാറ്റത്തിന് ഉയർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ്? ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും അല്ലാതെ ഞങ്ങൾ ആരെ പിടിക്കും? കാറൽ മാർക്സിനെ വെക്കാൻ പറ്റുമോ? ഞങ്ങൾ അമ്പലങ്ങളിൽ ഞങ്ങൾക്ക് ശ്രീരാമനെയും ചെകുവേരെയും വെക്കാൻ പറ്റുമോ? അപ്പൊ അത് പിന്നെ ശ്രീരാമന്റെ കുട ഉയർത്തുന്നത് പിടിക്കാൻ വന്നില്ലേ? അതിന്റെ വിഷ്വൽസ് കണ്ടില്ലേ നിങ്ങൾ? ശ്രീരാമന്റെ കുടയല്ലാതെ ഞങ്ങൾ ചെകുവേരുടെ കുട ഉയർത്തണം? ശ്രീരാമനും ശ്രീകൃഷ്ണനെയൊക്കെ ഞങ്ങളിൽ നിന്ന് പിടിച്ചു വെക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ നമ്മുടെ ദൈവങ്ങളല്ലേ. അപ്പോ വളരെ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നിരിക്കുന്നു അവിടെ. വെടിക്കെട്ട് വൈകിട്ട് അതേപോലെ തന്നെയല്ലേ നടത്തിയത്. ഗൈഡ് ലൈൻ ഒന്നും മാറിയിട്ടില്ലല്ലോ. എന്തിനാ വൈകിച്ചത്? വെടിക്കെട്ടിനൊരു സമയമുണ്ട്. ഗൈഡ് ലൈൻ അനുസരിച്ചാണെങ്കിൽ വെടിക്കെട്ട് പാടില്ലെന്ന് പറയണം. അങ്ങനെയല്ലല്ലോ. ഇതൊക്കെ പറയുന്നത് വളരെ ബാലിശമായ വാദങ്ങളാണ്. സർക്കാരിന് തന്നെ ബോധ്യമായല്ലോ, അതുകൊണ്ടാണല്ലോ നടപടി വരുന്നത്. എല്ലാം നേരായ വഴിയിലാണ് നടന്നതെങ്കിൽ എന്തിനാ ആക്ഷൻ എടുക്കുന്നത്? അപ്പൊ ഇത് വളരെ ഇത് ഈ കൊല്ലം മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ പിന്നിൽ ചില നിഗൂഢ ശക്തികളുണ്ട്. ഞാനതിന് മുഹമ്മദ് റിയാസ്, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ സാംസ്കാരിക ടൂറിസം മന്ത്രി, കേരളത്തിന്റെ ഒരു ഐക്കോണാണിത്. കേരളം എന്ന് പറയുമ്പോൾ കഥകളി, തൃശൂർ പൂരം, വള്ളംകളി, ഇതൊക്കെയാണ് നമ്മൾ പുറത്തു പോയിട്ട് നോക്കുമ്പോൾ കേരളത്തെക്കുറിച്ചുള്ള എന്ത് നമ്മൾ തപ്പുമ്പോഴും പരിശോധിക്കുമ്പോഴും. അപ്പൊ അതിനെയൊക്കെ മനഃപൂർവ്വം ഒന്ന് ഇല്ലാതാക്കി വേറെ എന്തൊക്കെ ഉദ്ദേശമുണ്ട്. ഈ സർക്കാർ അങ്ങനെ വെറുതെ ചെയ്യുന്നതല്ല. ഇപ്പൊ ശബരിമലയിൽ നമ്മൾ കണ്ടു. ശബരിമലയിൽ കണ്ടതും അങ്ങനത്തെ ഒരു ഭാഗമായിട്ട് തന്നെയാണ്. അതായത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങൾ, കേരളത്തനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, കേരളത്തിന്റെ ഐക്കോണായിട്ട് സാംസ്കാരിക തനിമയുണ്ട് പലതും. അതിനെയൊക്കെ മാറ്റാൻ ഒരു ശ്രമം വളരെ ബോധപൂർവം സർക്കാർ നടത്തുകയാണോ എന്ന് ഞങ്ങൾ സംശയിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇതിനെ കാണാൻ. സിദ്ദിഖിന് പറയുന്നതിനൊക്കെ ഞാൻ എന്ത് മറുപടി പറയുന്നു? അയാൾക്ക് എന്ത് പ്രസക്തിയാണ് രാഷ്ട്രീയത്തിൽ? സിദ്ദിഖിന്റെ പഴയ പ്രേതം അദ്ദേഹത്തിനെ വേട്ടയാടുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് സിദ്ദിഖിനെ പറ്റി ഒന്ന് അന്വേഷിച്ചാൽ മതി. സിദ്ദിഖിന്റെ ആരുമായിട്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നത്? അതുകൊണ്ടാണ് സിദ്ദിഖിന് ഇങ്ങനെ തികട്ടി വരുന്നത്. ഭൂതകാലം അത്ര പെട്ടെന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ല. കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല.